ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു അൽഗോരിതത്തിന്റെ എഫിഷ്യൻസി, അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. ഒരു അൽഗോരിതത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യാം? അതിന് രണ്ട് ക്രൈറ്റീരിയ ആണുള്ളത്. ഒന്ന് ടൈം കോംപ്ലക്സിറ്റി, അടുത്തത് സ്പേസ് കോംപ്ലക്സിറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ടൈം കോംപ്ലക്സിറ്റി, എന്താണ് സ്പേസ് കോംപ്ലക്സിറ്റി, ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു അൽഗോരിതം എഫിഷ്യന്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് നോക്കാം. ഒരു അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി വളരെ കൂടുതലാണെങ്കിൽ അതൊരു നല്ല സൊല്യൂഷൻ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി കണക്കാക്കുന്നത് എന്ന് നോക്കാം. ഒരു അൽഗോരിതത്തിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന ലൂപ്പുകൾ, ഓപ്പറേറ്റേഴ്സ്, പോയിന്റേഴ്സ്, ഫങ്ഷണൽ കോൾസ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഒരു അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി കണക്കാക്കുന്നത്. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞത് 3 ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ വേഴ്സ്റ്റ് കേസ്, നെക്സ്റ്റ് ആവറേജ് കേസ്, മൂന്നാമത്തെ ബെസ്റ്റ് കേസ്. ഒന്നാമത്തെ വേഴ്സ്റ്റ് കേസാണ്. വേഴ്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ലോങ്ങസ്റ്റ് ടൈമിനെയാണ് പറയുന്നത്. ബിഗ് O എന്ന നൊട്ടേഷൻ വെച്ചാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആവറേജ് കേസാണ്. ഒരു അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ആവറേജ് ടൈമിനെയാണ് ആവറേജ് കേസ് എന്ന് പറയുന്നത്. ഒമേഗ എന്ന നൊട്ടേഷൻ വെച്ചാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ബെസ്റ്റ് കേസാണ്. ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ടൈമിനെയാണ് പറയുന്നത്. തീറ്റ എന്ന നൊട്ടേഷൻ വെച്ചാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്ന് നോക്കാം. ഒരു അൽഗോരിതം എത്രമാത്രം മെമ്മറി സ്പേസ് യൂസ് ചെയ്യുന്നു എന്നതാണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഏറ്റവും കുറഞ്ഞ മെമ്മറി സ്പേസ് യൂസ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന അൽഗോരിതംസ് ആയിരിക്കും ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അൽഗോരിതം. സോ നിങ്ങളുടെ അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും കുറയുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അൽഗോരിതം ആവുന്നത്. അത് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ടൈം കോംപ്ലക്സിറ്റി എന്താണ്, സ്പേസ് കോംപ്ലക്സിറ്റി എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇവ യൂസ് ചെയ്തിട്ട് ഒരു അൽഗോരിതം എങ്ങനെയാണ് എഫിഷ്യൻ്റ് ആവുന്നത്, അതിൻ്റെ പെർഫോമൻസ് നല്ലതാവുന്നത് എന്ന് നമ്മൾ നോക്കി. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.